തീർത്ഥാടകരായിട്ടുള്ളവരും ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് മലമൂത്ര വിസർജനം ചെയ്യുന്നത് തന്നെ ഈ ക്ഷേത്ര പരിസരത്താണ്. രാത്രികാലങ്ങളിൽ മദ്യപാനികളുടെ വികാര കേന്ദ്രമായിട്ടാണ് ഇന്ന് ഈ ക്ഷേത്രക്കുളം, പരിപാവനമായ ക്ഷേത്രക്കുളം മാറിയിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വർക്കല ദേവസ്വവും അവർക്ക് ഇതിൻ്റെ ഒരു ആവശ്യകത പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇത് കഴിയുന്നത്. വർക്കലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രക്കുളം മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറുകയാണ്. ദേവസ്വം ബോർഡ് അധികാരികൾ ഇത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്ന് നാട്ടുകാരുടെ പരാതി. 2015 പണി തുടങ്ങി 2023 പുനരുദ്ധാരണം നടത്തി ഭക്തർക്കായി കുളം തുറന്നുകൊടുത്തു. നാളിതുവരെയായിട്ടും കുളം വാച്ചറിനെ നിയമിച്ചിട്ടില്ല. ക്ഷേത്രക്കുളത്തിനു ചുറ്റും വൈദ്യുതി വിളക്കുകളും സ്ഥാപിച്ചിട്ടില്ല. കുളത്തിന് സമീപം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന പരിസരത്ത് മദ്യക്കുപ്പികളും ബിയർ ബോട്ടിലുകളും ഉപേക്ഷിച്ച അവസ്ഥയിലാണ്. അന്യസംസ്ഥാനത്ത് നിന്നും എത്തുന്ന വിനോദസഞ്ചാരികളാണ് പരിസരം മലിനമാക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. ജലത്തിൽ പ്ലാസ്റ്റിക് കുപ്പികളും സോപ്പ് കവറുകളും വലിച്ചെറിയുന്നതും പതിവാണ്. രാത്രിയായാൽ സാമൂഹ്യ വിരുദ്ധർ കുളത്തിന്റെ പടിക്കെട്ടുകളിലിരുന്ന് മദ്യപിക്കുന്നതും നിത്യസംഭവമാണെന്ന് പരിസരവാസികളും പറയുന്നു. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ശ്രീ വർക്കല ക്ഷേത്രത്തിലെ കുളത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ഇവിടുന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സഞ്ചാരികൾ ഈ കുളത്തിന് 4 ചുറ്റും വന്നിരുന്ന് മദ്യപിക്കുകയും മറ്റുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും ഈ തെരുവിളക്കില്ലാത്തതിൻ്റെ ഒരു വിഷമം ഈ കുളത്തിൻ്റെ സൈഡിൽ നമ്മൾ കണ്ടാൽ അറിയാൻ പറ്റും. കാരണം വരുന്ന സഞ്ചാരികൾ ഇവിടെ ഈ സ്നഹിയും മറ്റും വളരെ വേസ്റ്റായിട്ടുള്ള സാധനങ്ങളല്ലേ കുളത്തിൻ്റെ സൈഡിലായിട്ടിട്ട് പോകുന്നത്. അത് കണക്കിന് ഇവിടുത്തെ ജനങ്ങളും കുറച്ച് ആൾക്കാർ ഇവിടെ ഈ കുളത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മറ്റ് അഴുക്കും സോപ്പും ബീർ കുപ്പികളൊക്കെ ഇവിടെ എറിഞ്ഞിട്ട് പോകാറുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഒരു കുളം വാച്ചറോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെ ഇവിടെ ആരും തന്നെ ഇല്ല. അപ്പോൾ ഈ കുളത്തിനെ കുറേ പൈസയൊക്കെ ചിലവാക്കി ശരിയാക്കിയെങ്കിലും ഇത് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ മുകളിൽ കിടക്കുന്ന മല വിസർജനങ്ങളെല്ലാം ഈ കുളത്തിലോട്ട് ഒഴുകി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതിയിലല്ല കുളം ശരിയാക്കേണ്ടത്. പക്ഷേ ഇതിപ്പോൾ വളരെ വിഷമമുള്ള കേസാണ്. കാരണം ഈ ചൂട് സമയത്ത് നമ്മളെപ്പോലുള്ള ആൾക്കാരെല്ലാവരും ഈ കുളത്തിനാണ് ആശ്രയിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ രാത്രി വന്ന് കുളിക്കാനൊക്കെ വളരെ സഹായകരമാണ് ഈ കുളം. അപ്പോൾ പല ആൾക്കാർ വർക്കലുള്ള എല്ലാ ജനങ്ങൾക്കും ഈ കുളം വളരെ ഒരു അത്യാവശ്യ കാര്യം തന്നെയാണ്. പക്ഷേ അത് സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ ദേവസ്വം ബോർഡിനോ മറ്റു അധികാരികൾക്കോ ഒന്നും ഒരു വിധത്തിലുള്ള ആത്മാർത്ഥത ഇല്ലാതെയാണ് കാണുന്നത്. ക്ഷേത്രത്തിൽ നിന്നും എത്തുന്ന പരിപാവനമായ ജലമാണ് കുളത്തിൽ വീഴുന്നത്. ഈ ജലം നിരവധി ഭക്തരാണ് കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്നത്. എന്നാൽ ജലം ഒഴുകിയെത്തുന്ന ഓവിന്റെ പരിസരം മുഴുവനും മലിനമാക്കിയ നിലയിലുമാണ്. പരിസരത്ത് മലമൂത്ര വിസർജനം മൂലം മൂക്കും പൊത്തി കുളിക്കേണ്ട അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. രാത്രികാലങ്ങളിൽ മദ്യപാനികളുടെ വികാര കേന്ദ്രമായിട്ടാണ് ഇന്ന് ഈ ക്ഷേത്രക്കുളം, പരിപാവനമായ ക്ഷേത്രക്കുളം മാറിയിരിക്കുന്നത്. ഈ ക്ഷേത്രക്കുളത്തിൻ്റെ മഹത്വമോ അതിൻ്റെ പരിപാവനതയോ കാത്തുസൂക്ഷിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മേജർ ഗ്രൂപ്പായ വർക്കല ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യമാണ്. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ദേവസ്വം ബോർഡിൽ കുളം വാച്ചർ എന്ന് പറയുന്ന തസ്തിക ഇല്ലാതാക്കിയിട്ടുണ്ട്. അങ്ങനെ മറ്റനവധി തസ്തികകളും ഇല്ലാതാക്കിയിട്ടുണ്ട്. 8ഓളം വാച്ചർമാർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നത് ഇന്ന് 4 ചുരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോ തസ്തികകളിലും പെൻഷൻ മേടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നിയമനം നടത്താതെ ഈ കെടുംകാര്യസ്ഥതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വർക്കല ദേവസ്വവും. മഴ പെയ്തു കഴിഞ്ഞാൽ വെളിയിലുള്ള വെള്ളം പോലും ഇന്ന് കുളത്തിലേക്ക് ഒലിച്ചിറങ്ങുന്ന അവസ്ഥയാണ്. ഈ കുളത്തിൻ്റെ പരിസരം മൊത്തം മലമൂത്ര വിസർജനവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. ഇത് വൃത്തിയാക്കാനോ കരാറടിസ്ഥാനത്തിലെങ്കിലും വൃത്തിയാക്കാനോ ദേവസ്വം ബോർഡ് ഇന്നതുവരെ ഒരു ചിലവില പോലും അണക്കിയിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. വരൾച്ച സമയത്തും പരിസരവാസികളും നാട്ടുകാരും ചക്രതീർത്ഥക്കുളത്തിനെയാണ് ആശ്രയിക്കുന്നത്. കുളത്തിന്റെയും ക്ഷേത്രത്തിന്റെയും പരിസരത്താണ് ദേവസ്വം ബോർഡ് ഓഫീസും ഉദ്യോഗസ്ഥരും ജോലി ചെയ്യുന്നത്. എന്നാൽ ഇവരാകട്ടെ ഇതൊന്നും കണ്ടിട്ടും കണ്ടില്ലെന്ന മട്ടാണ്. തീർത്ഥക്കുളം വൃത്തിയാക്കുന്നതിന് കുളം വാച്ചറെ നിയമിക്കണമെന്നാണ് നാട്ടുകാരുടെയും ഭക്തരുടെയും ആവശ്യം. ഭരത് ഭൂഷൺ, വർക്കല.